രാത്രിയായാൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും. പക്ഷേ ഉറക്കം ഒട്ടും കിട്ടുന്നില്ല. ഇനി ഉറങ്ങാനായിട്ട് നമ്മളൊന്ന് കിടന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറായാലോ 2 മണിക്കൂറായാലോ നന്നായിട്ട് ഒന്ന് ഉറക്കം പിടിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നവരും ഒരുപാട് പേരാണ്. അതായത് നമ്മുടെ ദിനചര്യയെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ തന്നെ ഉറക്കം പൂർണ്ണമായിട്ടും താളം തെറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല ഉറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നല്ല ഉറക്കം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഒരു ദിവസം ഉറങ്ങാനായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഏകദേശം കിടക്കുന്ന സമയം മുതൽ 30 മിനിറ്റിന് ഉള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെ നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുന്നതാണ് ഒരാളുടെ ഹെൽത്തിനെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ബിസി ലൈഫ് ഷെഡ്യൂളുകളാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബിസി ലൈഫ് ഷെഡ്യൂളുകളാണ്. അതായത് നന്നായിട്ട് ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പറ്റത്തില്ല. നമുക്കുണ്ടാവുന്ന ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ നമുക്കുണ്ടാവുന്ന ശരീരത്തിലുള്ള പലതരത്തിലുള്ള വേദനകൾ, ചിലപ്പോൾ ശരീരത്തിലുണ്ടാവുന്ന മസിൽ പെയിൻ ആവാം, ജോയിൻറ്റ് പെയിൻ ആവാം, തലവേദനയാകാം, അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് സാധിക്കത്തില്ല. ആസ്മ പോലുള്ള ബ്രീത്തിങ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഉറക്കക്കുറവ് ഉണ്ടാകാം. ഇനി ഈ ഉറക്കക്കുറവ് കൃത്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇനി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പലരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് ചായയോ കോഫിയോ കുടിക്കുന്ന ഒരു രീതി. അതായത് കൊഫീൻ കണ്ടന്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മിനിമം ഒരു 4-5 മണിക്കൂർ മുൻപ് തന്നെ കൊഫീൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തണം. ഇനി മദ്യപാനം, പുകവലി മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള ഒരു അലർട്ട് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കാതെ വരികയും അതുപോലെ തന്നെ ഓവർ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു രീതിയും വരും. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് കുളിച്ചിട്ട് ഉറങ്ങുക എന്നുള്ളത് വളരെ നല്ലതാണ്. ദിവസവും 2 നേരം കുളിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. അതുപോലെ തന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ കുളിക്കുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 3-4 മണിക്കൂർ മുമ്പ് നന്നായിട്ട് കുളിച്ച് വൃത്തിയായതിനു ശേഷം വേണം നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് വരാനുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഉറങ്ങുന്നതിന് 3-4 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ആഹാരം കഴിക്കണം. അതായത് ഒരു 7 മണിക്ക് അല്ലെങ്കിൽ ഒരു 7:30 ഉള്ളിൽ തന്നെ നമ്മൾ ആഹാരം കഴിക്കുക. ഒരു 9:30-10 മണിയാകുമ്പോൾ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന ഒരു രീതി കൊണ്ടുവരണം. അതായത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഒരു പ്രയാസം കാണുമെങ്കിലും ശീലിച്ചു തുടങ്ങിയാൽ വളരെ ലളിതമായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ രാത്രിയിൽ കഴിക്കുന്ന ആഹാരങ്ങൾ കട്ടി കുറഞ്ഞ ആഹാരങ്ങളും പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങളും വയറ് നിറയെ ആഹാരം കഴിച്ച് കിടക്കുന്ന ഒരു ടെൻഡൻസിയും നമ്മൾ കൊണ്ടുവരരുത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ കൂടുതലായിട്ടും ദഹനത്തിന് വേണ്ടി ശരീരം വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉറക്കം കിട്ടുകയും ഇല്ല. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനി നല്ലൊരു ഉറക്കം കിട്ടുമ്പോൾ എപ്പോഴും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുറി, അതായത് നമ്മൾ കിടക്കുന്ന അന്തരീക്ഷം വളരെ നല്ല ക്ലീൻ ആയിട്ടുള്ളതും പ്ലസൻ്റ്, ഒരുപാട് സന്തോഷം ലഭിക്കുന്നതുമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമിൽ വേണം നമ്മൾ കിടക്കാനായിട്ടുള്ളത്. കിടക്കുന്നതിന് മുൻപ് തന്നെ, അതായത് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും യോഗയോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും മനസ്സ് റിലാക്സ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള മ്യൂസിക്കുകൾ കേൾക്കുകയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ അലോരസപ്പെടുത്തുന്ന ചിന്തകൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ പങ്കാളിയുമായൊക്കെ അല്പം ഒന്ന് സംസാരിച്ച് ചിരിച്ച് ആ ഒരു രീതിയിലേക്ക് ഉറങ്ങാൻ വരുന്നത് എപ്പോഴും നമ്മളെ നല്ലൊരു ഉറക്കം ലഭിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. പിന്നീട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള വ്യായാമവും അതിനോടൊപ്പം തന്നെ നമ്മൾ വെള്ളം കുടിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ 25 കിലോ ബോഡി വെയ്റ്റിന് 1 ലിറ്റർ എന്നുള്ള നിലയിൽ നമ്മൾ കഴിക്കുമ്പോൾ ഏകദേശം 3 മുതൽ 3.5 ലിറ്റർ വെള്ളം വരെ നമുക്ക് ഒരു ദിവസം കൃത്യമായിട്ട് കുടിക്കാനായിട്ട് പറ്റുന്നതാണ്. രാത്രിയിൽ പച്ചക്കറികളും പഴങ്ങളും നമ്മൾ കഴിക്കുന്നത് ദഹനത്തെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി വളരെയേറെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം. പിന്നീട് ചിലർക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം. അതായത് സന്തോഷിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും ടെൻഷനാക്കുന്നതുമായിട്ടുള്ള
പലതരം കണ്ടന്റുകൾ മിക്സഡ് ആയിട്ട് വരുന്ന സോഷ്യൽ മീഡിയ അമിതമായിട്ട് സ്ക്രോൾ ചെയ്യുന്നത് നമുക്ക് ഇത്തരത്തിൽ ഉറക്കം കിട്ടാത്തതിന് ഒരു കാരണമാവും. പുതിയ പുതിയ കാര്യങ്ങൾ ഉള്ളിലേക്ക് വരുമ്പോൾ പുതിയ പുതിയ ചിന്തകൾ നമ്മുടെ ബ്രെയിനിൽ രൂപപ്പെടുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് എപ്പോഴും ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ലൈറ്റ് കൂടുതലായിട്ടും റെറ്റിന, അതായത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള റെറ്റിനയുടെ സെൽസ് ആയിട്ടുള്ള കോൺ സെൽസിനെ ആക്റ്റീവ് ചെയ്യും. അതായത് രാത്രിയിൽ ഉണർന്നിരിക്കേണ്ട റോഡ് സെൽസിനേക്കാളും കോൺ സെൽസ് ആക്റ്റീവ് ആകുമ്പോൾ ബ്രെയിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഉറക്കം കൃത്യമായിട്ട് കിട്ടാത്തത്. അതുപോലെ തന്നെ ഉറങ്ങുന്ന മുറിയിൽ അമിതമായിട്ടുള്ള ശബ്ദങ്ങൾ, അതായത് അലോരസപ്പെടുത്തുന്ന ശബ്ദങ്ങളോ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ലൈറ്റോ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഡാർക്കായിട്ടുള്ള ഒരു റൂമോ അല്ലെങ്കിൽ വളരെ നേർത്ത വെട്ടം ലഭിക്കുന്ന രീതിയിലുള്ള ബൾബുകളോ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉറക്കത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സെക്രീഷൻ കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഉറക്കം കിട്ടാതെ വരും. അതായത് വൈറ്റമിൻ ഡി ശരീരത്തിൽ ക്രമാതീതമായിട്ട് കുറഞ്ഞാൽ നമുക്ക് ഈ മെലാറ്റോണിൻ സെക്രീഷനിൽ ഒരു കുറവ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വൈറ്റമിൻ ഡി കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുക. ഒമേഗ 3 കിട്ടുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കുക. സിങ്ക്, മഗ്നീഷ്യം മുതലായിട്ടുള്ള കണ്ടന്റ്, മിനറൽ കണ്ടന്റുകൾ കിട്ടുന്ന ആഹാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക. രാത്രിയിൽ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടക്കുന്നത് എപ്പോഴും നമ്മുടെ ഉറക്കത്തെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യും. പാലിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അശ്വഗന്ധ ചൂർണം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. കുളിക്കുന്ന സമയത്ത് നമ്മൾ വലിയ ചന്ദനാദി എണ്ണ നമ്മുടെ തലയിൽ പുരട്ടുന്നത് എപ്പോഴും നമ്മുടെ ഉറക്കം നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇനിയും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ ആമലകി ചൂർണം, അതായത് നെല്ലിക്ക ചൂർണം, നെല്ലിക്കയുടെ പൊടി ഉണ്ടല്ലോ, ആ നെല്ലിക്ക പൊടി വാങ്ങിയതിന്, കാട്ടുനെല്ലിക്ക, നമ്മുടെ വലിയ നെല്ലിക്കയുടെ പൊടി വാങ്ങിയതിന് ശേഷം അതിനെ ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്ത് നമ്മളൊരു തളം പോലെ അല്ലെങ്കിൽ നമുക്കൊരു ലേപനം പോലെ വെക്കുന്നത് ഉറക്കത്തെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി ഇതേ മെത്തേഡ് തന്നെ മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാനുള്ളത് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ. അതുപോലെ തന്നെ ആമലകി ചൂർണം വാങ്ങിയിട്ട് ക്ഷീരബല തൈലം എന്ന് പറഞ്ഞിട്ടൊരു എണ്ണയുണ്ട്. അപ്പോൾ ഈ ക്ഷീരബല എണ്ണയും വാങ്ങി ഒരു 2-3 തുള്ളി എണ്ണ എടുത്ത് 1 ടീസ്പൂണും ഈ പറഞ്ഞ നെല്ലിക്കാപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ നെറുകന്തലയിൽ ഈ ഭാഗത്ത് തളം പോലെ വെക്കുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുന്നതിന് സഹായിക്കും. ഇത് ഏകദേശം 1 മണിക്കൂറിൽ താഴെ സമയം മാത്രമേ തളം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാവൂ എന്നുകൂടിയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു കംപ്ലീറ്റ് മാറ്റം കൊണ്ടുവരികയും ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്തുകൂടി നോക്കിയാൽ നല്ല രീതിയിലുള്ള ഒരു ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയും ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ് നിങ്ങളെങ്കിൽ എപ്പോഴും നമ്മളൊരു സൈക്യാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മെഡിസിൻസും മറ്റും മാത്രമേ ഉപയോഗിക്കാവൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ്.